പറയാറുള്ളൂ. ഏതാണ്? കിഴക്ക് ഭാഗത്ത് കാണുന്ന മലയുടെ പേരെന്താണ്? പശ്ചിമഘട്ടം അല്ലെ? നമ്മൾ സഹ്യാദ്രി എന്നൊക്കെ പറയാറുണ്ട്. പശ്ചിമഘട്ടമാണ് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണുന്ന മലനിര. ഓക്കെ, ഇനി കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗം, വടക്ക് എന്ന് പറഞ്ഞാൽ ഏതെന്താണ്? എവിടെയാണ് വടക്ക് വരുന്നത്? നോർത്ത്, വടക്ക്. വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് അല്ലെ? ഇവിടെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഇവിടെ പേരെടുക്കുന്നുണ്ട്, കർണാടകയാണ് ആ സംസ്ഥാനം. അപ്പൊ കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ക്ലിയർ ആണല്ലോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള്? ഒന്നുകൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രി. ഇനി കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഓക്കെ, ഇനി ഒന്നുകൂടി നമ്മൾ അതിർത്തികൾ ഡിഫൈൻഡ് ആയിട്ട് പറയാണ്. അപ്പൊ വടക്ക് ഭാഗത്ത് കർണാടകയാണ് നമുക്കുള്ളത്, തെക്ക് ഭാഗത്ത് തമിഴ്നാടുണ്ട്, കിഴക്ക് ഭാഗത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് നമ്മൾ പറയുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് എന്താ ഉള്ളത്? പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ? ഇവിടെയാണ് നമ്മുടെ കടൽ വരുന്നത്. ഏത് കടല ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ളതെന്ന് പറഞ്ഞേ? അറബിക്കടൽ. ഇനി അറബിക്കടലിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു പേര് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്, മാഹി. മാഹി ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പാർട്ടാണ് അല്ലെ? ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പാർട്ടാണ് മാഹി? അറിയാമോ? പുതുച്ചേരി. പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരിയുടെ പാർട്ടായിട്ടാണ് മാഹി സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ പടിഞ്ഞാറ് വശത്ത് കാണുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തു പോകുന്നതാണ് കേട്ടോ. അപ്പൊ ശരിക്കും പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മാഹിയാണെന്ന് പറയാം. ഓക്കെ, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടല് അറബിക്കടലാണ്. അറബിക്കടല് ഏത് മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പാർട്ടാണത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞത് ഏതെങ്കിലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഏതെങ്കിലും പോർഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. ഉണ്ടെങ്കിൽ പറയണേ. എന്തെങ്കിലും സംശയം? അക്ഷാംശസ്ഥാനം രേഖാംശസ്ഥാനം വടക്ക് ടു വടക്ക് വെച്ച് പറഞ്ഞല്ലോ, കിഴക്ക് ടു കിഴക്ക്. അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, പറയാം. സ്ക്രീനിൽ ഗ്ലോബ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ അക്ഷാംശ രേഖ എന്ന് പറഞ്ഞത് ഏത് രേഖേനെയായിരുന്നു? ഇങ്ങനെ ഹോറിസോണ്ടലി വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖ എന്ന് വിളിച്ചത് അല്ലെ? ഈ അക്ഷാംശ രേഖ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ സെന്റർ കേട്ടോ. 0 ഡിഗ്രി ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നതാണ് നമ്മുടെ സെന്റർ ലൈൻ. സെന്റർ ലൈനിന് മുകളിൽ കാണുന്ന ഭാഗം മൊത്തം ഏത് ഭാഗമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഭാഗം മുതൽ മുഴുവൻ എന്ത് തന്നെയാണ്? വടക്ക് തന്നെയാണ്. ഇതിന് താഴേക്കുള്ള ഭാഗം എന്തായിരിക്കും? തെക്ക് ഭാഗമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു പന്തിനെ നേരെ നടുവേ കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗം വടക്ക്, താഴ്ഭാഗം തെക്ക് എന്ന് പറയുന്ന പോലെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് ഏത് പാർട്ടിലാ? നോർത്തേൺ പാർട്ടിലാണ് കണ്ടോ. അപ്പൊ ഇന്ത്യയുടെ രേഖാംശ രേഖ വരുന്നത് ഇവിടുത്തെ നോർത്ത് മുതൽ ഇവിടുത്തെ നോർത്ത് വരെ. കറക്റ്റ് അല്ലേ? കേരളത്തിന്റെ വരാണെങ്കിൽ നമ്മൾ എന്തെന്നെ പറയുള്ളൂ? അപ്പോ നോർത്ത് മുതൽ നോർത്ത് വരെ എന്ന് പറയണം. കറക്റ്റ് അല്ലേ? അക്ഷാംശ സ്ഥാനം അല്ലേ? അക്ഷാംശം.
ഇപ്പൊ ഓസ്ട്രേലിയയുടെ ആണെങ്കിൽ നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ ഇതെന്താ വരുള്ളൂ, സൗത്ത് ടു സൗത്ത്. കണ്ടോ, ഇന്ത്യ വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്തായതുകൊണ്ടാണ് ഇത് നോർത്ത് ടു നോർത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന്റെ വാല്യൂ പറഞ്ഞത്. നമ്മൾ അതിന്റെ വാല്യൂ പറഞ്ഞത് എത്രയായിരുന്നു? അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്. ഓക്കെ, ഇനി രേഖാംശ സ്ഥാനം നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? രേഖാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലൈനായിരുന്നു? വെർട്ടിക്കൽ ലൈൻസ് ആയിരുന്നു അല്ലെ? വെർട്ടിക്കൽ ലൈനിന്റെ നോക്കിയേ, ഇതാണ് നമ്മുടെ 0 ഡിഗ്രി ലൈൻ. 0 ഡിഗ്രി ലൈനിന്റെ വലതുഭാഗത്ത് കാണുന്നത് മൊത്തം നമ്മൾ കിഴക്ക്, ഈസ്റ്റ് എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇടതുഭാഗത്ത് വരുന്നത് മൊത്തം നമ്മൾ പടിഞ്ഞാറ് എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിട്ട് വരണേ? കിഴക്ക് ഭാഗത്താണ് വരുന്നത് അല്ലെ? അപ്പൊ ഇന്ത്യയുടെ രേഖാംശ രേഖ കിഴക്ക് മുതൽ കിഴക്ക് വരെയല്ലേ വരുള്ളൂ. സെയിം തന്നെ കേരളത്തിന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഏരിയ കിട്ടുള്ളൂ അല്ലെ? അതും കിഴക്ക് മുതൽ കിഴക്ക് വരെ എന്നുള്ള രീതിയിലാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, കേരളത്തിന്റെ രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 40 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 27 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേരളത്തിന്റെ സ്ഥാനം വരുന്നത്. അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്. രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 40 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 27 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെയാണ്. കേരളത്തിന്റെ ടോട്ടൽ വിസ്തീർണം, ഏരിയ എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ 1.18% വിസ്തീർണം മാത്രമാണ് കേരളത്തിനുള്ളത്. ഓക്കെ, കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം നമ്മൾ പറഞ്ഞു 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ടോട്ടൽ ദൂരം വരുന്നത് 560 ചതുരശ്ര കിലോമീറ്റർ ആണ്. നമ്മൾ വിസ്തീർണം വെച്ച് ഓരോ സംസ്ഥാനത്തിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? 21ാമതാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? 13ാമതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? അതിർത്തികളാണ് അല്ലെ? കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്, തെക്ക് കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് തമിഴ്നാട്. വടക്ക് കിഴക്ക് ഭാഗത്ത് കാണുന്നത് ആരെയാണ്? കർണാടകയാണ്. ഓക്കെ, ഇനി നമ്മള് കേരളവുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? തമിഴ്നാടാണെന്ന് പറയാം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര, അത് പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രി എന്ന് വിളിക്കുന്ന മലയാണ്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ അതിർത്തികൾ നമ്മൾ ഒന്നുകൂടി മെൻഷൻ ചെയ്യാണ്. വടക്ക് ഭാഗത്ത് കർണാടക, തെക്ക് ഭാഗത്ത് തമിഴ്നാട്, കിഴക്ക് ഭാഗത്ത് സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടം, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ. അറബിക്കടലിൽ ഏത് മഹാസമുദ്രത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണ്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ സംസ്ഥാനത്തെ കുറച്ച് ജില്ലകളുടെ പ്രത്യേകതകളൊക്കെയാണ് നമുക്കിനി നോക്കേണ്ടത്. കേരളത്തിലെ ജില്ലകൾ നോക്കുകയാണെങ്കിൽ പല ജില്ലകളും തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലെ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാസർഗോഡ് അതിർത്തി പങ്കിടുന്നുണ്ട്, കണ്ണൂർ അതിർത്തി പങ്കിടുന്നുണ്ട്, വയനാട് ഉണ്ട്, മലപ്പുറം ഉണ്ട്, പാലക്കാട് ഉണ്ട്, തൃശ്ശൂരിന്റെ ഒരു എൻഡ് ഉണ്ട്, എറണാകുളം ഉണ്ട്, ഇടുക്കി ഉണ്ട്, പത്തനംതിട്ട ഉണ്ട്, കൊല്ലം ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. ഇങ്ങനെ അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതൊക്കെയുള്ളതെന്ന് പറഞ്ഞേ? കോഴിക്കോട്, ആലപ്പുഴ, കോട്ടയം. കോഴിക്കോട് അതിർത്തി പങ്കിടുന്നില്ല, ആലപ്പുഴ അതിർത്തി പങ്കിടുന്നില്ല, കോട്ടയം അതിർത്തി പങ്കിടുന്നില്ല. കറക്റ്റ് അല്ലേ?
അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത 3 ജില്ലയെ നമുക്കുള്ളൂ: ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഓക്കെ, ഇതിനി ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? കുറെ പേരുകൾ പഠിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു കോഡ് ഇടാം. കോട്ടയത്തെ അച്ചായൻ കോഴി വാങ്ങിക്കാനായിട്ട് ആലപ്പുഴയ്ക്ക് പോയി. ഓക്കെ, അപ്പൊ കോട്ടയമായി കോഴി വാങ്ങിക്കാൻ, അപ്പൊ കോഴിക്കോടായി ആലപ്പുഴ. ഓക്കെ, അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തില് 3 ജില്ലകളുള്ളൂ: 1 കോട്ടയം, 2 കോഴിക്കോട്, 3 ആലപ്പുഴ. ഓക്കെ അല്ലേ? ഇനി ഈ കേരളവും കർണാടകവും, ഇത് രണ്ടുമാണല്ലോ നമ്മുടെ തൊട്ടടുത്തുള്ള 2 സംസ്ഥാനങ്ങള്. ഈ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരാൾ നമുക്കുണ്ട്. അതാരാണ്? ഓക്കെ, ഇവിടെയാണ് കർണാടക വരുന്നത്, ഇവിടെയാണ് തമിഴ്നാട് വരുന്നത്. രണ്ടുമായിട്ട് ഒരുപോലെ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതാരാണ്? ഈ സൈഡിലുള്ള ജില്ല ഏതാ? വയനാടാണ്. യെസ്. അപ്പോൾ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ ഒരേ ഒരു ജില്ല വയനാടാണ്. ആ താലൂക്ക് ഏതാന്ന് കൂടി നമുക്കറിയണം. താലൂക്ക് സുൽത്താൻ ബത്തേരിയാണ്. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയാണ്. അപ്പൊ കേരളത്തിലെ തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം എഴുതേണ്ടത്? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ് അതിർത്തി പങ്കിടുന്നത്. ഏത് താലൂക്കാണ് തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത്? സുൽത്താൻ ബത്തേരി. ഏത് ജില്ലയാണെന്ന് ചോദിച്ചാലോ? വയനാട്. ഓക്കെ, ഇനി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം അതേതാണ്? മാഹിയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മള്? മാഹി ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്? പുതുച്ചേരിയുടെ ഭാഗമാണ്. മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ലയും 1 വശത്ത് കോഴിക്കോട് ജില്ലയാണ് കേട്ടോ. അങ്ങനെ 4 ഭാഗവും കവർ ചെയ്തിട്ട് തന്നെ കേരളത്തിന് ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. മാഹിയുടെ 3 വശം കണ്ണൂരും 1 വശം കോഴിക്കോടുമാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, മൈക്ക് ആരോ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും മ്യൂട്ട് ചെയ്തു അല്ലേ? ഓക്കെ, സ്ക്രീൻ ഒന്നുകൂടി ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ്. നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ ടോട്ടലി 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിൽ മലനാട് എന്ന് പറയുന്നതാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ തന്നിരിക്കുന്നത്. ഇടനാട് എന്ന് പറയുന്നതാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നിരിക്കുന്നത്. പിന്നെ തീരപ്രദേശമാണ് ഈ ഒരു മഞ്ഞ കളറിൽ തന്നിരിക്കുന്നത്. ഫിഗർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. നമുക്ക് ഈ 3 പ്രദേശങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിലെ ആദ്യത്തെ പ്രദേശം മാത്രമാണ് ഇന്ന് നമ്മൾ പഠിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ ആണോ? നമ്മൾ ആദ്യം പഠിക്കുന്നത് മലനാടിനെ കുറിച്ചാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിന്റെ ടോട്ടൽ ഭൂവിസ്തൃതി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 48% എന്ത് തന്നെയാണ്? മലനാട് തന്നെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു മല ഏരിയ കാണാൻ പറ്റും. അതിന് നമ്മൾ പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രി എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഈ സഹ്യാദ്രിയുടെ പ്രസൻസ് കാരണമാണ് കേരളത്തിന്റെ ഒട്ടുമിക്ക ഏരിയ മൊത്തം മലനാട് എന്നുള്ളൊരു ഭൂവിഭാഗത്തിൽ വരുന്നത്. അപ്പൊ നോക്കിയേ, കേരളത്തിന്റെ ഏത് ഭാഗത്തായിട്ട് നമ്മൾ മലനാട് കാണുന്നത്? കേരളത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ്? കിഴക്ക് ഭാഗമാണോ, പടിഞ്ഞാറ് ഭാഗമാണോ, തെക്കാണോ, വടക്കാണോ? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? മലനാട് എന്ന് പറയുന്ന ഭൂപ്രദേശം കാണുന്നത്. ഇനി പശ്ചിമഘട്ടം ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം ഏതാണ്? മലനാടാണ്. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മലനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാണ്. അതിന്റെ ഏകദേശം ശരാശരി ഉയരം എത്ര വരും?
നമ്മൾ ഉയരം കണക്കാക്കുന്നത് എങ്ങനെയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം വരെ, അതാണ് നമ്മൾ കണക്കാക്കാറ് അല്ലെ. ഇപ്പൊ കേരളത്തിലെ മലനാടിന്റെ ശരാശരി, ഏറ്റവും ഹയസ്റ്റ് ഉയരം എന്നല്ല ചോദിച്ചത് കേട്ടോ, ശരാശരി ഉയരം എത്രയാണ് വരുന്നത്? 900 മീറ്റർ ആണ് മലനാടിന്റെ ഒരു ശരാശരി ഉയരം വരുന്നത്. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? അതെ. അപ്പൊ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ 3 ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിലെ മലനാടിന്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിന്റെ ടോട്ടൽ വിസ്തീർണം എടുത്ത് നോക്കുകയാണെങ്കിൽ 48% എന്ത് തന്നെയാണ്? മലനാട് തന്നെയാണ്. ഇനി കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തോട് ചേർന്നാണ് നമ്മൾ എന്ത് കാണുന്നത്? മലനാട് എന്ന് പറയുന്ന ഭൂവിഭാഗം കാണുക. അത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ഇനി ഏകദേശം ശരാശരി ഉയരം എത്രയാണ് പറഞ്ഞത്? 900 മീറ്റർ ആണ് പറഞ്ഞത്. ഓക്കെ, നമുക്കിതിലെ 1-2 കുന്നുകളെ കുറിച്ച് പഠിക്കാം. മലനാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും? അവിടെയുള്ള കുന്നുകളായിരിക്കും. അതിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഒരു മലനിര, ഒരു കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. ആനമുടി. ഈ ആനമുടിയിൽ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ആ നദികളെ കുറിച്ചൊക്കെ നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? ആനമുടിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, തെക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സൗത്ത് ഇന്ത്യ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇനി ഹിമാലയം, ഹിമാലയം എവിടെ കിടക്കണേ? ഇന്ത്യയുടെ വടക്കേ അറ്റത്താണ് ഹിമാലയം. ഹിമാലയത്തിന് തെക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ തന്നെ പറയാം. അങ്ങനെ സൗത്ത് ഇന്ത്യയില് അല്ലെങ്കിൽ ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ്. അതെവിടെയുള്ളത്? കേരളത്തിലാണുള്ളത് കേട്ടോ. ഈ ആനമുടിയുടെ ഹൈറ്റ് ആദ്യമായിട്ട് മെഷർ ചെയ്തത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ഫോറിനർ ആണ് അല്ലെ. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മളെ കൊളോണിയൽ പീരീഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ആനമുടിയുടെ ഹൈറ്റ് ആദ്യമായിട്ട് മെഷർ ചെയ്ത ആളുടെ പേര് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ് ഏകദേശം ഉയരം. ഓക്കെ, 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഏകദേശം ഉയരം വരുന്നത്. ഇത് ഫീറ്റിൽ പറയുകയാണെങ്കിൽ, അടിക്കണക്കിൽ പറയുകയാണെങ്കിൽ 8842 ഫീറ്റ്. ഓക്കെ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള മലയാണ് ആനമുടി. അത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് തന്നെയാണ്? ആനമുടിയാണ്. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് ഏറ്റവും ഹൈറ്റ് കൂടിയ കൊടുമുടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം തന്നെയാണ് ആനമുടിയാണ്. ഇനി ആനമുടിയുടെ ഉയരം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ ആളുടെ പേരെന്താണ്? ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. 1862 ഇദ്ദേഹം ആനമുടിയുടെ ഹൈറ്റ് മെഷർ ചെയ്തത്. ഈ ആനമുടിയുടെ നിലവിൽ നമ്മൾ പറയുന്ന ഹൈറ്റ് എത്രയാണ്? നമുക്ക് പഠിക്കാനുള്ള ഹൈറ്റ് എത്രയാണ്? 2695 മീറ്റർ ആണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ്. ക്ലിയർ ആണല്ലോ? ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതുവരെ പറഞ്ഞ പോർഷനിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? പശ്ചിമം എന്ന് പറഞ്ഞാൽ കിഴക്കാണോ? പശ്ചിമഘട്ടം, പശ്ചിമം എന്ന് വെച്ചാൽ കിഴക്കാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണോ പൂർവം? അതെ. അപ്പൊ അതിന്റെ തെക്കും വടക്കോ? ഏത് തെക്കും വടക്കും ഉദ്ദേശിച്ചത്? ദക്ഷിണം, ഉത്തരം. പെട്ടെന്ന് കേട്ടപ്പോ അതെന്തായിരുന്നു ഓർത്തത്. ഓക്കെ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് തരാം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ ഇതുവരെ പറഞ്ഞത്? ഓക്കെ. ഇനി ആനമുടിയുടെ 1-2 പ്രത്യേകതകളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ദേശീയോദ്യാനമായിരിക്കും ഇരവികുളം.
ഇരവികുളം നാഷണൽ പാർക്ക് അല്ലെ. ഈ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ പേര് നമുക്കറിയണം. മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഏത് താലൂക്കിലാണ് ഇത് വരുന്നത്? ദേവികുളം താലൂക്കിലാണ് ഇത് വരുന്നത്. അപ്പൊ മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്ക്, ജില്ല ഏതായിരുന്നു? ഏത് ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ. ഇനി ഈ ആനമുടി എന്ന് പറയുന്നത് 3 മലകളുടെ ഒരു സംഗമ സ്ഥലമാണെന്ന് പറയാം. അത് ഫോം ചെയ്യുന്നത് 3 മലകൾ ചേർന്നതാണ്. ആനമല, പളനിമല, ഏലമല. ആ 3 മലകളുടെ പേര് നമുക്കറിയണം. അത് എവിടെയാണെന്ന് നമുക്കറിയണം. ഓക്കെ. ആനമല, പളനിമല, ഏലമല, ഈ 3 മലകൾ സംഗമിക്കുന്ന സ്ഥലമാണ് ആനമുടി. ഓക്കെ. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലയാണ് ആനമല. അപ്പൊ വടക്ക് എന്ന് പറഞ്ഞാൽ എവിടെ വരാന്നറിയാലോ? വടക്ക് ഭാഗത്ത് ആനമല. ഇനി വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നതാണ് പളനിമല. നമ്മള് പളനിക്ക് പോകുന്ന പറയാറുണ്ടല്ലോ. ആ പളനിമല വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല. ഓക്കെ. അപ്പൊ വടക്ക് പറഞ്ഞു, തെക്ക് പറഞ്ഞു, വടക്ക് കിഴക്ക് ഭാഗം പറഞ്ഞു. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നുകൂടി പറയാണ് കേട്ടോ. ഇതിങ്ങനെ ടേംസ് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരിത്തിരി കൺഫ്യൂഷൻ ആവാൻ വഴിയുണ്ട്. ആനമല സ്ഥിതി ചെയ്യുന്നത് ആനമുടിയുടെ വടക്ക് ഭാഗത്ത്. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ഏലമല. വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് പളനിമല. 3 മലകളുടെ പേര് കിട്ടിയല്ലോ. വടക്ക് ഭാഗത്ത് ആനമല, തെക്ക് ഭാഗത്ത് ഏലമല, വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമല. ഓക്കെ. ഈ ആനമലയുടെ വടക്ക് ഭാഗത്താണ് നീലഗിരി എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവാൻ വഴിയുണ്ട്. നമ്മള് നീലഗിരി താർ എന്നൊക്കെ പറഞ്ഞ് വരയാടിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അതല്ലാതെ സുഖവാസ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ഓക്കെ. അപ്പൊ നമ്മൾ ആനമുടിയുടെ പ്രത്യേകതകളാണ് ഇതുവരെ പറഞ്ഞത് അല്ലെ. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലയാണ് ആനമല, തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലയാണ് ഏലമല, വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലയാണ് പളനിമല. ഈ ആനമല എന്ന് പറയുന്നതിന്റെ വടക്ക് ഭാഗത്താണ് നീലഗിരി എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രം വരുന്നത്. ഓക്കെ. അപ്പൊ ആനമുടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മലയെ കുറിച്ച് പറയാം അല്ലെ. ആനമുടി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ്, അല്ലെങ്കിൽ കൊടുമുടിയാണെന്ന് പറയാം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഏത് പഞ്ചായത്താണ്? പഞ്ചായത്ത് ഏതാണ്? മൂന്നാർ പഞ്ചായത്ത്. ഏത് താലൂക്കാണ്? ദേവികുളം താലൂക്ക്. ഓക്കെ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത് ആരാണ്? ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. ആനമുടിയുടെ ഉയരം എത്രയാണ് നമ്മൾ പഠിച്ചത്? 2695 മീറ്റർ ആണ്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി എന്ന് പറയുന്നത് 3 മലകളുടെ സംഗമ സ്ഥലമാണെന്ന് പറഞ്ഞു അല്ലെ. ആനമല, പളനിമല, ഏലമല. ഓക്കെ. ഈ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മല ഏതാ? ആനമല. തെക്ക് ഭാഗത്ത് ഏലമല. വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമല. ഓക്കെ. ഇനി ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ മലനിരയാണ് മീശപ്പുലിമല. മീശപ്പുലിമല സിനിമയിലൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും അല്ലെ. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. മീശപ്പുലിമലയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്.
അതിന്റെ ഹൈറ്റ് വരുന്നത് 2640 മീറ്റർ ആണ്. ഓക്കെ, 2640 മീറ്റർ ആണ് മീശപ്പുലിമലയുടെ ഉയരം. ഈ NCERT പാഠപുസ്തകത്തില് ഇത് ഈ രണ്ടാമത്തെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ദോഡാബേട്ടയാണ്, തമിഴ്നാടുള്ളത്. അതിന്റെ എക്സാക്ട് ഹൈറ്റ് ശരിക്കും 2637 മീറ്റർ ഉള്ളു. ഒരു 3 മീറ്റർ വ്യത്യാസത്തിൽ ശരിക്കും മീശപ്പുലിമലയാണ് രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. അപ്പൊ നമ്മുടെ PSCയുടെ ചോദ്യത്തിന്റെ ഉത്തരം എപ്പോഴും മീശപ്പുലിമലയാണ് കേട്ടോ, തെറ്റിച്ച് എഴുതരുത്. NCERT പ്രകാരം ദോഡാബേട്ടയാണെന്നേ ഉള്ളൂ. ഓക്കെ, അതൊരു മലയുടെ പേരാണ് ദോഡാബേട്ട. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ഏതാണ്? മീശപ്പുലിമലയാണ്. മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് തന്നെയാണ്? പശ്ചിമഘട്ടാണ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലനിരകളെല്ലാം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ മീശപ്പുലിമലയുടെ ഹൈറ്റ് എത്രയാണ്? 2640 മീറ്റർ ആണ്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ള മൂന്നാമത്തെ മലയാണ് അഗസ്ത്യാർകൂടം. ഓക്കെ, പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗമായിട്ട് വരും? നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു സൈഡ്, തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. തെക്കേ അറ്റത്താണ് കാണുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. ഓക്കെ, ഈ വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗത്തിന് നമ്മൾ ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് പറയാറുണ്ട്. വയനാട് കൂർഗ് അതിർത്തിയിൽ കാണപ്പെടുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മലനാട് പ്രദേശത്തിന്റെ പാർട്ടായിട്ട് വരുന്ന ഓരോരോ ഏരിയ പറഞ്ഞു പോകുന്നതാണ്. മലനാട് പ്രദേശങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വിളകൾ എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ ഈ ഹൈ റേഞ്ചിൽ പോകുമ്പോ എന്തൊക്കെ കാണാറുണ്ട്? തേയില കാണാറുണ്ട്, കാപ്പി കൃഷി കാണാറുണ്ട്, ഏലം കാണാറുണ്ട്. ഈ 3 കാര്യങ്ങളാണ്, 3 വിളകളാണ് പ്രധാനമായിട്ടും മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്നത്. ഓക്കെ, വിളകൾ ഏതൊക്കെയാണ്? അപ്പൊ തേയില, കാപ്പി, ഏലം. ഇനി അഗസ്ത്യാർകൂടത്തിന്റെ 1-2 പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. 2016 യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഈ പറയുന്ന ടേംസ് കുറച്ച് ഹെവി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമുക്ക് ശ്രമിക്കാം. 2016 യുനെസ്കോ എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ? യുണൈറ്റഡ് നേഷൻസ് ഈ ജൈവ മേഖലയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. 2016 യുനെസ്കോ പുറത്തിറക്കിയ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യമല. ഈ അഗസ്ത്യാർകൂടത്തിന് തന്നെയാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലാണോ കേരളത്തിലാണോ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം? ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ്. കേരളത്തിലെയും ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യമല. 1ാമത്തേത് നീലഗിരിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന കുറെ മലകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ ഏരിയാസ് ഉണ്ടാവും. അതിലെ 10ാമത്തെ സ്ഥലമാണ് അഗസ്ത്യമല. ഓക്കെ, പേരുകൾ കുറച്ച് ഹെവി ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ആ ഒരു ഏരിയയിൽ കാണുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനമാണ്. 2016 യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഇനി സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിച്ച ഇന്ത്യയിലെ 10ാമത്തെ ജൈവ മണ്ഡലമാണ് ഏത്? അഗസ്ത്യമല. 1ാമത്തെ ഏതായിരുന്നു? നീലഗിരി ആയിരുന്നു. ഓക്കെ, ഇനി അഗസ്ത്യാർകൂടത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 1868 മീറ്റർ ആണ്.
1868 മീറ്റർ ആണ് ഉയരം. ഈ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ 2001 പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. 2001 സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാടാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ നെടുമങ്ങാട് താലൂക്ക്, തിരുവനന്തപുരം ജില്ല. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 1868 മീറ്റർ. ഇനി സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2001. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു ഇയർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, യുനെസ്കോ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2016. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട മലകൾ കൂടി പറയാം. ഓക്കെ, നമ്മൾ കണ്ട മലകളുടെ പേരും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് എന്നാലും ഒന്നുകൂടി നോക്കാം. അഗസ്ത്യാർകൂടം അത് ഏത് ജില്ലയിലാണ് വരുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലുള്ള ഒരു പ്രധാന മലയാണ് റോസ് മല. പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് 2 മലകളുടെ പേര് പഠിക്കാനുണ്ട്, ശബരിമലയും പൂച്ചിമലയും. ഇനി ഏറ്റവും കൂടുതൽ മലകളുടെ പേര് നമ്മൾ കേട്ടിട്ടുള്ള ജില്ല ഏതായിരിക്കും? ഇടുക്കി ആയിരിക്കും അല്ലെ? ഇടുക്കിയിൽ കാണുന്ന പ്രധാന മലകളാണ് 1 ദേവിമല, 2 ആനമുടി, 3 മീശപ്പുലിമല, 4 കുമരിക്കൽ, 5 ചെന്താവര, 6 ശിവഗിരിമല. 6 എണ്ണം ഉണ്ട്. ദേവിമലയുണ്ട്, ആനമുടിയുണ്ട്, മീശപ്പുലിമലയുണ്ട്. ഇത് 3 ഇടുക്കിയിലാണ്. കുമരിക്കൽ, ചെന്താവര, ശിവഗിരി ഇത് 3 എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട മലകളാണ് ഇവിടെ കാണുന്നത്, പാലപ്പിള്ളി, തിരുവില്ലാമല. പാലപ്പിള്ളിയും തിരുവില്ലാമലയും കാണുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി വയനാട് കാണുന്ന മലനിരകളുടെ പേര് നോക്കാം. അമ്പുകുത്തിമല, ബാണാസുര സാഗർ ഡാം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അത് വയനാട് ജില്ലയിലുള്ളതാണ്. അപ്പൊ ബാണാസുര എന്ന് പറയുന്ന മലയും വയനാട് ജില്ലയാണ്, അമ്പുകുത്തിമലയും വയനാട് ജില്ലയാണ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് പറഞ്ഞ് ഒരു കുന്നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ആ കുന്നുകൾ കാണുന്നത് വയനാട് കൂർഗ് ആ ഒരു പ്രദേശത്താണ് ബ്രഹ്മഗിരി കുന്നുകൾ കാണുന്നത് കേട്ടോ. ഇനി വയനാട് കാണുന്ന വേറൊരു മലനിരകളാണ് ചെമ്പ്ര കൊടുമുടി എന്ന് പറയുന്നത്. ഇനി മലപ്പുറം ജില്ലയിൽ കാണുന്ന കുന്നുകളാണ് അരിമ്പ്ര കുന്നുകൾ. കോഴിക്കോട് ജില്ലയിൽ കാണുന്നതാണ് വെള്ളാരിമല. കണ്ണൂര് പൈതൽമലയുണ്ട്, പുരളിമലയുണ്ട്, ഏഴിമലയുണ്ട്. ഏഴിമലയുടെ പ്രത്യേകത എന്താ? നേവൽ ബേസ്. കേരളത്തിലുള്ള നേവൽ ബേസ് ആണ് ഏഴിമല നേവൽ ബേസ്. അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഏഴിമല കണ്ണൂർ ജില്ലയിലാണ്. പുരളിമലയുടെ പ്രത്യേകത അറിയാമോ? പഴശ്ശിരാജ ഒളിച്ചു താമസിക്കാനായിട്ട് സെലക്ട് ചെയ്ത മലയാണ് പുരളിമല. ഓക്കെ. ഇനി കാസർഗോഡ് ജില്ലയിൽ ഉള്ളൊരു മലയാണ് റാണിപുരം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ 3 പേരുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ആർക്കെങ്കിലും ഏതെങ്കിലും വിട്ടുപോയിട്ട് എഴുതിയെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഗസ്ത്യാർകൂടം കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ദെൻ റോസ്മല കാണുന്നത് കൊല്ലം ജില്ലയിലാണ്. ശബരിമല നമുക്കറിയാലോ അല്ലെ? ശബരിമല കാണുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പൂച്ചിമല പത്തനംതിട്ട ജില്ലയാണ്. ദേവിമല കാണുന്നത് ഇടുക്കിയിലാണ്. ആനമുടി കാണുന്നത് ഇടുക്കിയിലാണ്. മീശപ്പുലിമല കാണുന്നത് ഇടുക്കി ജില്ലയാണ്. കുമരിക്കൽ ഇടുക്കി ജില്ലയാണ്. ചെന്താവര ഇടുക്കി ജില്ലയാണ്. ശിവഗിരിമല ഇടുക്കി ജില്ലയാണ്. തൃശ്ശൂർ നമ്മൾ 2 മലകളുടെ പേരാ പഠിച്ചത്. 1 പാലപ്പിള്ളി, 2 തിരുവില്ലാമല.
വയനാട് കാണുന്ന മലകളുടെ പേരെന്തൊക്കെയാണ്? കൊമ്പുകുത്തി മലയുണ്ട്, ബാണാസുരയുണ്ട്. ബാണാസുര സാഗർ ഡാം, ബാണാസുര, അത് വയനാടാണ്. ബ്രഹ്മഗിരി കുന്ന് കാണുന്നത് വയനാടാണ്. ചെമ്പ്ര കൊടുമുടി കാണുന്നത് വയനാടാണ്. അരിമ്പ്ര കുന്നുകൾ കാണുന്നത് മലപ്പുറത്താണ്. വെള്ളാരി മല കാണുന്നത് കോഴിക്കോടാണ്. പൈതൽ മല കാണുന്നത് കണ്ണൂരാണ്. പുരളിമല, അത് പഴശ്ശിരാജ ഒളിച്ചിരുന്ന മലയാണ്, അല്ലെങ്കിൽ ഒളിപ്പോര് നടത്താൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത മലയാണ്, അത് കണ്ണൂരാണ്. ഏഴിമല, കേരളത്തിലെ നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്ന ഏഴിമലയാണ്. ഏഴിമല കണ്ണൂർ ജില്ലയാണ്. റാണിപുരം കാസർഗോഡ് ജില്ല. എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? എഴുതിയെടുത്ത് കഴിഞ്ഞില്ലേ? ഹലോ, ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ചുരങ്ങളെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് മൊത്തം മലനാടിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ റേഞ്ച് ഏരിയനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഈ ഹൈ റേഞ്ച് ഏരിയയിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. പശ്ചിമഘട്ടത്തില് ടോട്ടൽ 16 ചുരങ്ങളാണുള്ളത്. പശ്ചിമഘട്ടത്തിലെ ടോട്ടൽ ചുരങ്ങളുടെ എണ്ണം 16. ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ചുരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ റേഞ്ച് ഏരിയയില് ഹൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ വീതി കൂടിയ ഒന്നോ രണ്ടോ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, നാച്ചുറലി ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ മനുഷ്യര് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതോ ആയ ചെറിയ ചെറിയ പാസേജുകളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുക. ഓക്കെ, അങ്ങനെയുള്ള പശ്ചിമഘട്ടത്തിലെ 16 ചുരങ്ങളാണ് ടോട്ടൽ ഉള്ളത്. ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചുരങ്ങൾ, നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചുരങ്ങളുടെ കുറച്ച് പേരുകളും അത് ഏതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് പഠിക്കാം. അങ്ങനെ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ചുരമാണ് പാലക്കാട് ചുരം. നമ്മൾ കേട്ടുപരിചയമുള്ള ഒരു പേരാണ് പാലക്കാട് ചുരം അല്ലെ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ചുരമാണ്. ഓക്കെ, നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഏത് രണ്ട് കുന്നുകൾക്ക് ഇടയിലാണെന്നൊന്ന് പറയണം. നീലഗിരി കുന്നുകളുടെ ഇടയിലും ആനമലയുടെ ഇടയിലും സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഇത് നാച്ചുറലി ഫോം ചെയ്ത ഒരു സാധനമാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയരം കുറഞ്ഞ ഏരിയ പാലക്കാടാണ്, പാലക്കാട് ചുരത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വീതി കൂടിയ പ്രദേശവും പാലക്കാട് ചുരമാണ്. ഓക്കെ, പാലക്കാട് ചുരത്തിന്റെ ഏകദേശ വീതി വരുന്നത് 30 തുടങ്ങി 40 കിലോമീറ്റർ വരെയാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിൽ ടോട്ടൽ 16 ചുരങ്ങൾ ഉള്ളതിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് തന്നെയാണ്? പാലക്കാട് തന്നെയാണ്. ഏത് രണ്ട് കുന്നുകളുടെ ഇടയിലാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്? നീലഗിരി കുന്നുകളുടെ ഇടയിലും ആനമലയുടെ ഇടയിലുമാണ്. ഓക്കെ, പശ്ചിമഘട്ടത്തിലെ ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം. ഏകദേശം അതിന്റെ വീതി എത്രയാണ് വരുന്നത്? 30 തുടങ്ങി 40 കിലോമീറ്റർ വരെയാണ് ചുരങ്ങളുടെ വീതി വരുന്നത്, പാലക്കാട് ചുരത്തിന്റെ വീതി വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി, ഏത് നദിയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നത്? ഭാരതപ്പുഴയാണ് അല്ലെ. നിള, ഭാരതപ്പുഴ. ഈ നിള എന്ന് വിളിക്കുന്നതും ഭാരതപ്പുഴയെ തന്നെയാണ്. ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ഈ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ്. NH 544 ആണ് ദേശീയപാത. ഇനി പാലക്കാട് ചുരത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഇപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, നമ്മുടെ ജൂൺ ജൂലൈ മാസത്തൊക്കെ പെയ്യുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പാലക്കാട് ചുരത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് പാസ് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്ക് കടത്തിവിടുന്നതും പാലക്കാട് ചുരമാണ്.
രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. ഓക്കെ, 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട് നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. ക്ലിയർ ആണല്ലോ ഇതുവരെ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ചുരമാണ് വയനാട് ചുരം. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം എന്ന് പറയും. ഓക്കെ, പാലക്കാട് ചുരത്തിന്റെ കേസിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പാലക്കാട് ചുരം ഏത് 2 സ്ഥലങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? പാലക്കാടും തമിഴ്നാടും. പാലക്കാടും തമിഴ്നാടുമാണ്. പാലക്കാടും കോയമ്പത്തൂർ എന്നും പറയാം, അല്ലെങ്കിൽ കേരളവും തമിഴ്നാട് എന്നും പറയാം. 2 രീതിയിൽ പറഞ്ഞാലും കറക്റ്റ് ആണ്. പാലക്കാടിനെ കോയമ്പത്തൂരായിട്ട് കണക്ട് ചെയ്യും, കേരളത്തിനെ തമിഴ്നാടായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ചുരം നമുക്ക് പഠിക്കാനുള്ളത് വയനാട് ചുരമാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് താമരശ്ശേരി ചുരം. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 766. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോയ NH ഏതായിരുന്നു? NH 544. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത് 766. ഓക്കെ, ഈ താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ, അല്ലെങ്കിൽ അത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതിന് ഹെൽപ്പ് ചെയ്ത വയനാട്ടിലുള്ള ആദിവാസിയാണ് കരിന്തണ്ടൻ. ഓക്കെ, കരിന്തണ്ടൻ ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ചുരത്തിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ ഏത് വഴി കൂടെ പോകണം എന്നുള്ളത് ഈസി ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായി ഹെൽപ്പ് ചെയ്തു. പക്ഷെ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ ലാസ്റ്റ് കൊന്നുകളയാണ് ചെയ്തത്. അപ്പോൾ ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു പേര് തന്നെ ഇല്ലാണ്ടായി പോയെങ്കിലും നമുക്ക് PSC ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരമാണ്. ഇത് വയനാടിനെയും കോഴിക്കോടിനെയും 2 ജില്ലകളെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. കടന്നു പോകുന്ന ദേശീയപാത NH 766. കരിന്തണ്ടൻ എന്ന ആദിവാസിയാണ് ബ്രിട്ടീഷുകാരെ താമരശ്ശേരി ചുരം നിർമ്മിക്കാനായിട്ട് സഹായിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റു കുറച്ച് ചുരങ്ങളുടെ പേരുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സൈഡിൽ കാണുന്ന ചുരമാണ് ആരുവാമൂഴി ചുരം. ആരുവാമൂഴി ചുരം കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ചുരമാണ് ആരുവാമൂഴി ചുരം. ഇനി ആര്യങ്കാവ് ചുരം. നമ്മൾ ടോട്ടൽ 16 ചുരങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ. അതിലിങ്ങനെ ഓരോന്നും ഇങ്ങനെ 1 by 1 ആയിട്ട് പേര് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കി പോവാം. ആര്യങ്കാവ് ചുരത്തിന്റെ വേറൊരു പേരാണ് അവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്, ചെങ്കോട്ട ചുരം. ഈ ആര്യങ്കാവ് ചുരം അല്ലെങ്കിൽ ചെങ്കോട്ട ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. NH 744 ചെങ്കോട്ട ചുരം അല്ലെങ്കിൽ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നു. ഇനി ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. NH 85 എന്ന് പറയുന്നത് ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. ഇനി ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം നമ്മൾ കേട്ടിട്ടുണ്ട്. വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. ഇനി നാടുകാണി ചുരമുണ്ട്, അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇതല്ലാതെ ചോദിച്ചോളൂ. ഇത് എഴുതി എത്തണില്ല, നമ്മള് ഇങ്ങനെ പഠിക്കാൻ നോട്ട്സ് തരുമോ? തരും. ഈ നോട്ട് തന്നെ തരുന്നുണ്ടാവും കേട്ടോ. ശരി, ഓക്കെ. വിട്ടുപോയ കാര്യങ്ങള് ഇപ്പൊ ലെക്ചർ നോട്ട് പോലെ എഴുതി പോയാൽ മതി. പഠിക്കാനുള്ളത് ഈ നോട്ട് വെച്ച് പഠിക്കാം. ഓക്കെ. കേരളത്തിൽ കാണുന്ന മറ്റ് പ്രധാന ചുരങ്ങളാണ് കമ്പമേട് ചുരം, ഉടുമ്പൻചോല, തേവാരം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ കുറച്ചധികം പോയിന്റുകൾ വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ.
കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സൈഡ് നോക്കാം, അവിടെ കാണുന്ന ചുരമാണ് ആലുവാമൊഴി ചുരം. ആര്യങ്കാവ് ചുരം അല്ലെങ്കിൽ ചെങ്കോട്ട ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ പേരാണ് NH-744. ഇനി ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ പേരാണ് NH-85. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. നാടുകാണി മലപ്പുറം. പിന്നെ കമ്പംമേട് ഉണ്ട്, ഉടുമ്പൻചോലയുണ്ട്, തേവാരുണ്ട്. ഇങ്ങനെ ടോട്ടൽ നമ്മൾ എണ്ണം നോക്കുകയാണെങ്കിൽ 16 എണ്ണാണ് ടോട്ടൽ പശ്ചിമഘട്ടത്തിലുള്ള ചുരങ്ങൾ. ക്ലിയർ ആണോ? ഇനി നമുക്ക് ചുരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളൊന്ന് നോക്കിപ്പോ. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് നോക്കാം പാലക്കാട്. പാലക്കാട് ചുരം കണക്ട് ചെയ്യുന്നത് ഏത് 2 സ്ഥലങ്ങൾ തമ്മിലായിരിക്കും? പാലക്കാടും കേരളവും തമിഴ്നാട്. കേരളം തമിഴ്നാട് തമ്മിൽ, അല്ലെങ്കിൽ പാലക്കാടും കോയമ്പത്തൂരും തമ്മിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. വയനാട് കൂടി നമുക്ക് നേരെ മൈസൂര് പോകാം. അത് ഒറ്റ റൂട്ട്, അതാ NH-ന്റെ റൂട്ടിന് ഇട്ടിരിക്കുന്നത് കേട്ടോ. കോഴിക്കോട് മൈസൂര് അല്ലെങ്കിൽ കോഴിക്കോട് വയനാട്. ഓക്കെ, ആര്യങ്കാവ് ചുരം അല്ലെങ്കിൽ ചെങ്കോട്ട ചുരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കണക്ട് ചെയ്യുന്നത് പുനലൂരും ചെങ്കോട്ടയും തമ്മിലാണ്. പുനലൂരും ചെങ്കോട്ടയും തമ്മിലാണ് ആര്യങ്കാവ് ചുരം കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ചുരമാണ് പെരിയ ചുരം. പെരിയ ചുരം കണക്ട് ചെയ്യുന്നത് മാനന്തവാടി മൈസൂർ. മാനന്തവാടിയും മൈസൂരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് പെരിയ ചുരം. അടുത്തത് പേരമ്പാടി. പേരമ്പാടി ചുരം കണക്ട് ചെയ്യുന്നത് കണ്ണൂരിനെയും കൂർഗിനെയുമാണ്. കണ്ണൂരും കൂർഗും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് പേരമ്പാടി ചുരം. ഇനി അടുത്തത് പാൽ ചുരം. പാൽ ചുരം എന്ന് പറയുന്നത് വയനാടും കണ്ണൂരും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. വയനാടും കണ്ണൂരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് പാൽ ചുരം. പിന്നെ നമ്മൾ പഠിച്ച ഒരു ചുരമാണ് ബോഡി നായ്ക്കന്നൂർ. ബോഡി നായ്ക്കന്നൂർ എന്ന് പറയുന്നത് ഇടുക്കി മധുരൈ, ഇടുക്കിയിലും മധുരയിലും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ കൊച്ചി തേനി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ തേനിക്കൊക്കെ ടൂർ പോകുന്നത് ഈ ഒരു റൂട്ടിൽ കൂടെയാണ്, ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെയാണ്. ഇനി ആലുവാമൊഴി ചുരം അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ആരംപോളി. അത് കണക്ട് ചെയ്യുന്നത് തിരുവനന്തപുരം തിരുനെൽവേലി. ഓക്കെ ആണോ? കുറച്ചധികം പേരുകളായി എന്നറിയാം. നമ്മൾ ഇതുവരെ ചുരങ്ങളെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ നമ്മൾ ചുരങ്ങളെ കുറിച്ച് പറഞ്ഞത്? പാലക്കാട് ചുരം. ആദ്യം പറഞ്ഞത് പാലക്കാട് ചുരങ്ങളെ കുറിച്ചാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഏത് ചുരത്തെ കുറിച്ചായിരുന്നു? താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം. പിന്നെ നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള ചുരങ്ങളുടെ പേരുകൾ പറഞ്ഞു അല്ലെ? അപ്പൊ പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ആനമലയ്ക്ക് നീലഗിരിയുടെ കുന്നുകളുടെ ഇടയിലാണ് പാലക്കാട് ചുരം വരുന്നത്. ഏകദേശം 30 to 40 കിലോമീറ്റർ ആണ് അതിന്റെ വീതി വരുന്നത്. അതിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. കടന്നു പോകുന്ന ദേശീയപാത NH-544. പാലക്കാടിനെയും കോയമ്പത്തൂരും തമ്മിൽ കണക്ട് ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ കേരളം തമിഴ്നാട് തമ്മിൽ കണക്ട് ചെയ്യണമെന്ന് വേണമെങ്കിലും പറയാം. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും, തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഇത് രണ്ടും കണക്ട് ചെയ്യുന്നത് എന്തിനെയാണ്? കോഴിക്കോട് വയനാട്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടത് കോഴിക്കോട് മൈസൂർ എന്നാണ്. കോഴിക്കോട് വയനാട് 2 ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് മൈസൂർക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ദെൻ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH-766. താമരശ്ശേരി ചുരം നിർമ്മിക്കാനായിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ.
കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആരുവാമുഴി ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. ബോഡി നായ്ക്കനൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. നാടുകാണി ചുരം കാണുന്നത് മലപ്പുറം ജില്ലയിലാണ്. പിന്നെ കുറച്ച് പ്രധാന ചുരങ്ങളുടെ പേര് പറഞ്ഞു. ഏതൊക്കെ ചുരങ്ങളാണ് കണക്ട് ചെയ്യണേന്ന് നമ്മൾ പഠിച്ചു. ഇത്രയല്ലേ നമ്മൾ ഇതുവരെ കണ്ടത്. നമുക്കിനി ഒരു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മിസ് പുരളിമല പറഞ്ഞ സമയത്ത് അതിനെ കൂട്ടിച്ചേർത്തൊരു പോയിന്റ് പറഞ്ഞിരുന്നു. എന്താണെന്ന് പറയൂ. ഏഴിമല നേവൽ ബേസ് ഉണ്ട്. ഈ നേവിയുടെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു നേവൽ ബേസ് ഉണ്ട്. ഏഴിമല അക്കാഡമി എന്ന് പറയും. പുരളിമല 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 എന്ന് പറയുന്നത് പഴശ്ശിരാജ, പേര് മറന്നുപോയി പെട്ടെന്ന്. പഴശ്ശിരാജ ഒളിപ്പോര് നടത്തിയ മലയാണ് പുരളിമല. രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഈ പുരളിമലയിലാണ് ആളുടെ ഒരു മിലിറ്ററി ബേസ് സെറ്റ് ചെയ്തത്. അവിടെ നിന്ന് അവിടെയുള്ള ആദിവാസികളുടെ സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന ഗറില്ല യുദ്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള യുദ്ധം നയിച്ചാണ് അന്ന് ലീഡ് ചെയ്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത്. അതാണ് ആ ഒരു മലയ്ക്ക് പ്രത്യേകതയുള്ളത് കേട്ടോ. ഓക്കെ, ഒരു കുഞ്ഞു ടോപ്പിക് കൂടി പറയാനുള്ള സമയം നമുക്ക് ഉണ്ടാവും. നോക്കാം. പീഠഭൂമി. കേരളത്തിൽ ഒരു കുഞ്ഞൊരു പീഠഭൂമിയുടെ ഭാഗമുണ്ട്. അത് വയനാട് ജില്ലയിലാണ്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗമായിട്ടാണ് വയനാട് ജില്ല വരുന്നത്. ഡെക്കാൻ പീഠഭൂമി ശരിക്കും ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നതും വയനാട് ജില്ലയാണ്. വേറെ ചെറിയ ചെറിയ പീഠഭൂമികൾ കാണാറുണ്ട്. വയനാട് പീഠഭൂമി ഉണ്ട്, നെല്ലിയാമ്പതി പീഠഭൂമി ഉണ്ട്, മൂന്നാർ പീരുമേട് ഉണ്ട്, പെരിയാറുണ്ട്. ഈ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമ്മൾ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ പീഠഭൂമി എന്ന് പറയുന്നത് നദികള് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണ്ണുകൾ ഉണ്ടല്ലോ, നമ്മൾ എക്കൽ മണ്ണ് എന്നൊക്കെ പഠിക്കാറുണ്ടല്ലോ. എല്ലാ ഫ്ലഡ് വരുമ്പോഴും ഒരു എക്കൽ മണ്ണിന്റെ ഒരു വലിയ നിക്ഷേപം ഉണ്ടാവാറുണ്ട്. ഒപ്പം ഒരുപാട് മിനറൽസും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഫോം ചെയ്ത ഒരു ലാൻഡ് ഏരിയനെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത്. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പീഠഭൂമികളിൽ ഒന്നാണ് ഡെക്കാൻ പീഠഭൂമി. അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുക. അത് വന്ന് എൻഡ് ചെയ്യുന്നത് കേരളത്തിന്റെ വയനാട് ജില്ലയിലാണ്. അതുകൊണ്ടാണ് ആ ഏരിയയിൽ നമുക്കൊരു ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഏരിയ എങ്കിലും നമുക്ക് കിട്ടിയത്. ഓക്കെ, പീഠഭൂമി എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കുറച്ച് മാത്രം കാണുന്ന ഒരു ഏരിയയാണ്. അത് വയനാട് ജില്ലയിലും കുറച്ച് നെല്ലിയാമ്പതി, മൂന്നാർ, പീരുമേട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പീഠഭൂമിയുടെ അംശങ്ങൾ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഏകദേശം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? പീഠഭൂമി ഒന്നും കൂടി ഒന്ന് പറയൂ. എന്താണ് പീഠഭൂമി? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എനിക്ക് ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാനും പറ്റുമല്ലോ. പീഠഭൂമി തുടങ്ങി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. നമുക്ക് ഒന്ന് ഓടിച്ചു പോവാം. കേരളത്തിന്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു,
അക്ഷാംശം രേഖാംശ സ്ഥാനം പറഞ്ഞു. വിസ്തീർണം എത്രയാന്ന് പറഞ്ഞു അല്ലെ? 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ് വിസ്തീർണം. ടോട്ടൽ ഇന്ത്യൻ യൂണിയന്റെ 1.18% കേരളം ഉള്ളത്. കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ദൂരം എത്രയാണ്? 560 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇനി വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ കേരളത്തിന്റെ സ്ഥാനം 21 ജനസംഖ്യയിൽ നോക്കുകയാണെങ്കിൽ 13 സ്ഥാനത്താണ്. അതിർത്തികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വടക്ക് ഭാഗത്ത് കർണാടക, തെക്ക് ഭാഗത്ത് തമിഴ്നാട്, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടല്, കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം. പിന്നെ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിന്റെ ജില്ലകളാണ് കോട്ടയം, കോഴിക്കോട്, ആലപ്പുഴ. തമിഴ്നാട്, കർണാടക രണ്ടുമായിട്ടും അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. ഏത് താലൂക്കാണ്? സുൽത്താൻ ബത്തേരിയാണ്. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയാണ്. ഇനി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് മാഹി എന്ന് പറയുന്നത്. മാഹിയുടെ 3 ഭാഗം കണ്ണൂർ ജില്ലയാണ്, 1 ഭാഗം കോഴിക്കോട് ജില്ലയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ 3 തരംതിരിച്ചിട്ടുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂവിഭാഗം, ഏകദേശം 48% ഉണ്ട്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ഏകദേശം 900 മീറ്റർ ആണ് ഇതിന്റെ ഉയരം വരുന്നത്. ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇനി ഹൈറ്റ് ഏകദേശം എത്ര പറഞ്ഞേ? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം പറഞ്ഞത്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ല. 3 മലകളുടെ സംഗമ സ്ഥലമാണ് ആനമുടി. വടക്ക് ഭാഗത്ത് ആനമല, തെക്ക് ഭാഗത്ത് ഏലമല, വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമല. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. തെക്കേ ഇന്ത്യയിലും അതെ, കേരളത്തിലും അതെ. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. പശ്ചിമഘട്ടത്തിലാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2640 മീറ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ കുറച്ച് പ്രത്യേകതയുള്ള ഒരു മലനിരയാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ്. 2016 യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്. പിന്നെ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ച 10ാമത്തെ ജൈവമണ്ഡലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1868 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. 2001 സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പ്രധാന മലകളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുരങ്ങള് കാര്യങ്ങൾ പറഞ്ഞതിൽ ടോട്ടൽ 16 ചുരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീലഗിരി കുന്നിനും ആനമലയുടെ ഇടയിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. NH 544 ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് വയനാട് ചുരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരിന്തണ്ടൻ എന്ന ആദിവാസിയാണ് ബ്രിട്ടീഷുകാർ ഇത് നിർമ്മിക്കാനായിട്ട് സഹായിച്ചത്. കോഴിക്കോട്, വയനാട് ജില്ലകളെയാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഓരോ ചുരങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞു. പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിന്റെ ജില്ല ഏതാന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അടുത്ത ക്ലാസ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ. നോട്ട്സ് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യൂ ട്ടാ. ഏതെങ്കിലും മിസ്സായി പോയ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ നാളത്തെ ക്ലാസ്സിന് തൊട്ട് മുമ്പായിട്ട് ഇതിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ഗൂഗിൾ ഫോം ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ ഒരു 8:30 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 8:15 അല്ലെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ പോസ്റ്റ് ചെയ്തേക്കാം. 8 മണി തുടങ്ങി 8:30 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കിയോളൂ. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ മാർക്കും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാം. ഓക്കെ. നമ്മുടെ ഗ്രൂപ്പിലേക്ക് അതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും.
ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇന്നെടുത്ത പോർഷൻ ഒന്ന് വായിച്ചു നോക്കാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇന്നെടുത്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര കുറേ ഉള്ള പോലെ തോന്നുന്നു. സ്പീഡിനേക്കാളും കൂടുതലേ ആദ്യത്തെ കണ്ടന്റ് ദിവസമായിട്ട് കൂടുതലുണ്ട്. കുറേ എങ്ങും എത്തുന്നില്ല. പല വാക്കുകളും പണ്ടെങ്ങോ സ്കൂളിൽ പഠിച്ച സാധനങ്ങള് ഇന്ന് കേൾക്കുമ്പോ അയ്യോ, ഇതൊക്കെ പഠിക്കാനുണ്ട്, നാളെ പരീക്ഷ